കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദാനം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. അർത്ഥം, ഏത് ഇരുളും മാറിപ്പോകുന്ന ഉദയസൂര്യനാണ് നമ്മുടെ കർത്താവ്. വെളിച്ചം കാണിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് ഉദയം ഉദിച്ചിരിക്കുന്നു എന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. എവിടെ മരണത്തിൻ്റെ നിഴലിരുന്നവരുടെ മേൽ ആ ഉദയം ഉദിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെയും ഇരുളിൻ്റെയും വ്യാപാരങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം മഹത്വം വെളിപ്പെടുത്തി ദൈവം ആദരിക്കുമെങ്കിൽ ഇന്ന് പകലിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സൂര്യനായ ദൈവം, പരിചയായ ദൈവം. പരിചയം എന്ന് പറയുമ്പോൾ നമുക്കെതിരെ വരുന്ന ശക്തികൾ എത്ര വലുതാണെങ്കിലും ദൈവം പരിചയമായി നിൽക്കും. അതിൻ്റെ അർത്ഥം, ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താൽ ഒരായുധവും നമ്മുടെ മേൽ ഫലിക്കുകയില്ല, ഒരായുധത്തിനും നമ്മുടെ മേൽ സ്ഥാനമില്ല എന്ന് ഇന്ന് പകൽ അറിയാതിരിക്കരുത്. നാം സൂക്ഷിച്ചത് കൊണ്ടല്ല നാം ഇത്രത്തോളം വന്നത്, നാം കരുതിയത് കൊണ്ടുമല്ല നാം ഇത്രത്തോളം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരുന്നത് കൊണ്ടാണ് നാം കൃപയാൽ ആയിരിക്കുന്നത് എന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം. ചില പറയത്തില്ല, ഞാൻ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയുടെ അളവറ്റ സൂക്ഷിപ്പും പരിപാലനവും നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് ജീവനോടെ നിൽക്കുന്നതെന്ന് ഇന്ന് പകലിലും അറിയാതിരിക്കരുത്. സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തൂ. നൽകിയ വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യാം, ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം, നടത്തിപ്പുകൾക്കായി സ്തോത്രം ചെയ്യാം, അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാം, കരുതലുകൾക്കായി സ്തോത്രം ചെയ്യാം, വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ വിടുതലുകൾ നിമിത്തം ഇന്ന് പകലിലും നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ ആര് തയ്യാറുണ്ട്? പരിചയമായൊരു ദൈവം, പലകയായൊരു ദൈവം. സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, രാവിലെ അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പേൻ. അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായും ഇരിക്കുന്നു. സ്തോത്രം. ആ വിശ്വസ്തത ഓർത്താൽ മറുവശം നാം ചിന്തിക്കണം, നാം അവിശ്വസ്തരായി തീർന്നപ്പോഴും വിശ്വസ്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. നാം എത്രയോ തവണ കർത്താവിൽ നിന്നും മാറിപ്പോയി, അകന്നുപോയി, സംശയിച്ചു, അവിശ്വസിച്ചു, പിറുപിറുത്തു. എങ്കിലും മഹാകരുണ കാണിച്ച ദൈവം, നടത്തിയ ദൈവം, വാക്കിൽ വിശ്വസ്തനായിരുന്നവൻ. സ്തോത്രം. വാക്ക് പറഞ്ഞ പലരും മാറിയപ്പോഴാണ് വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് ഇന്ന് പകൽ വ്യക്തമായി മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി ഇന്ന് പകലിലും നീട്ടുന്നൊരു ഭുജമുണ്ട്, വീര്യമുള്ളൊരു ഭുജമുണ്ട്. നീട്ടിയ ഭുജത്താൽ അവിടുത്തെ കരം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി ചലിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 4:28 സംഭവിക്കണം എന്നു നിന്റെ ഭുജബലവും ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുമ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ് നാം വ്യക്തമായി മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തികളിൽ സംഭവിച്ചു, കുടുംബങ്ങൾ സംഭവിച്ചു, സഭയ്ക്ക് സമാധാനമുണ്ടായി, ആത്മീയ വർധന പ്രാപിച്ചു, സഭ പെരുകിക്കൊണ്ടിരുന്നു. ഭീഷണികളെ ജയിക്കാനുള്ള ആത്മശക്തിയുടെ വലുപ്പം, അധികാരം ദൈവസഭയുടെ മേൽ വെളിപ്പെട്ടു വന്നു. ചിലർ വെളിപ്പാടിനാൽ നിറഞ്ഞു, പ്രവചനത്താൽ നിറഞ്ഞു, വചനത്താൽ ശക്തമായ വിടുതലുകൾ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ പകലിലും ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവൻ പുറപ്പെടും കേട്ടോ. അവൻ സാക്ഷ്യം പറയും. ഉയർത്തിയ ദൈവത്തെ, വിടുവിച്ച ദൈവത്തെ, രക്ഷിച്ച ദൈവത്തെ, ശക്തീകരിച്ച ദൈവത്തെ ഉയർത്തി പറയുന്നവനാണ് പരിശുദ്ധാത്മാവിൽ നടക്കുന്നത്. അവൻ നടക്കും, അവൻ പ്രവർത്തിക്കും. പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ കൈകളുടെ പ്രവർത്തികളെ സാധ്യമാക്കി തരുന്ന ദൈവം, പ്രൈസ് ഗോഡ്. അവൻ സംസാരിക്കും. പരിശുദ്ധാത്മാവിൽ ശ്രേഷ്ഠകരമായ മർമ്മങ്ങൾ സംസാരിക്കാൻ തൻ്റെ ജനത്തെ ദൈവം ഉപയോഗിക്കും. സഭ വർധനവിലേക്ക് വരും. ആർക്കും അതിനെ തടയാൻ പറ്റില്ല കേട്ടോ. സഭയ്ക്ക് സമാധാനമുണ്ടാകും. അസ്വസ്ഥമാക്കുന്ന മണ്ഡലങ്ങൾ സ്വസ്ഥതയില്ലാതാക്കുന്ന, ഹൃദയത്തെ കലക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ ഒരറ്റത്ത് കൊടികുത്തി വാഴുമ്പോൾ ഇപ്പുറത്ത് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്വസ്ഥതകൾ വരുന്നു, സമാധാനം വരുന്നു, സന്തോഷം വരുന്നു, ആത്മീയ വർധന വരുന്നു, ഉറപ്പുകൾ പ്രാപിക്കുന്നു. ഉറയ്ക്കാൻ ദൈവം ഇടയാക്കും. ഇനി നമ്മുടെ ചിന്ത, നമുക്കറിയാം പത്രോസും യോഹന്നാനും ഒക്കെ ശക്തമായി വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലയത്തിൽ ചെന്ന് സംസാരിക്കുകയാണ്. യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ജനത്തോടും പ്രമാണികളോടും മൂപ്പന്മാരോടും വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ ഭീഷണികൾ വന്നു. അവരെ തകർക്കുവാൻ അണിയറയിൽ പദ്ധതികൾ നോക്കി. പക്ഷേ ദൈവത്താൽ ആരംഭിച്ചത്, ദൈവത്താൽ തുടങ്ങിയത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനെ തടയാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന്. ഭീഷണികളും ഏഷണികളും വരും, ദുഷ്ടവ്യാപാരങ്ങൾ കൊടികുത്തി വാഴും. പക്ഷേ ഇപ്പുറത്ത് ആത്മാവിൻ്റെ വലിയ ശക്തി വരുമ്പോൾ ദുഷ്ടൻ്റെ സകല വാഴ്ചകളെയും വാഴ്ചകളെയും ദുരാത്മ മണ്ഡലങ്ങളെയും തകർക്കുന്ന ഒരു അനോയിൻറ്റിങ് പ്രാപിച്ചവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റില്ല. ഭീഷണി ഇല്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം, അങ്ങനെ പത്രോസ് യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരികയാണ്. വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിടുതലുകൾ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവർ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഇസ്രായേൽ ജനം അവർ ഒരുമിച്ച് നഗരത്തിൽ കൂടി. എന്നിട്ട് പറയുന്ന പ്രസ്താവന നോക്കണമേ, സംഭവിക്കണമെന്ന് നിൻ്റെ ഭുജബലവും ആലോചനയും. ദൈവത്തിൻ്റെ ഭുജബലത്താലും ആലോചനയാലും സംഭവിക്കണം എന്ന് മുൻ നിയമിച്ചത് സംഭവിച്ചിരിക്കുന്നു. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, മുൻ നിയമിച്ച കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ യഹോവയുടെ ഭുജബലം, യഹോവയുടെ വീര്യമുള്ള ഭുജം ഇന്ന് പകലിലും നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുക. മുൻ നിയമിച്ച ദൈവത്തിൻ്റെ പ്ലാനുകൾ, മുൻ നിയമിച്ച ദൈവത്തിൻ്റെ പ്രവർത്തികൾ, മുൻ നിയമിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്നും സംഭവിക്കുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ആലോചന ദൈവത്തിൻ്റെതാണ്, വീര്യമുള്ള ഭുജം ദൈവത്തിൻ്റെതാണ്. ആർക്കും മടക്കാൻ പറ്റാത്ത ഭുജത്തിൻ്റെ സകല ആലോചനകളും നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് പകലും നിയമിച്ചതാരെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് നിയമിക്കപ്പെട്ട സകല ഉദ്ദേശങ്ങളും ഈ പകൽ സാധിക്കാതെ മടങ്ങത്തില്ലെന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. മുൻ നിയമിച്ചത് പ്രൈസ്തറോൾ സംഭവിപ്പിക്കണമെന്ന് ദൈവാത്മാവ് നിശ്ചയിച്ചതിനെ തടയാൻ നോക്കൂ. മറിയയുടെ ഉദരത്തിൽ യേശു ജനനമെടുക്കണമെന്ന് മുൻ നിയമിച്ച കാര്യമാണ്. പക്ഷേ ഗൂഢമായി യോസഫ് മറിയെ ഉപേക്ഷിക്കുവാൻ ശ്രമിച്ചു.
നോക്കണേ. മാത്രമല്ല അവിടെ മറിയോട് സംസാരിച്ച ദൂതൻ യോസഫിനോടും സംസാരിക്കുകയാണ്. ഇവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് മുൻ നിയമിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ് യോസഫെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ശങ്കിക്കേണ്ട. ഇന്ന് പകലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ചില ആലോചന നടക്കുമോ, ഇതെങ്ങനെ സംഭവിക്കും, നാളുകളായി കേൾക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ മുൻ നിയമിച്ചതിനെ സംഭവിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലും നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, യേശു ജനിച്ചതിന് ശേഷം, ജനനത്തിനു ശേഷം പോലും കൊട്ടാരത്തിൽ ഈ വാർത്ത ചെല്ലുകയാണ്. ഹേരോദ്യ ശക്തികൾ കുലുങ്ങുകയാ, ഭ്രമിക്കുകയാ. ഒരു കുഞ്ഞ് ജനിച്ചതിലെന്തിനാണ് ഇവർ ഭ്രമിക്കുന്നത്? ഇത് നോർമൽ കുഞ്ഞല്ല. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ, പരിശുദ്ധാത്മാവിനാൽ പുറത്തു വന്ന വാഗ്ദത്ത പ്രജയാണ്. സ്ത്രീയുടെ സന്തതിയാണ്. പിശാചിൻ്റെ തല തകർക്കുന്നവനാണ്. വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രവഹിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് ഹേരോദാവ് ഭ്രമിച്ചത്. ഇത് മനസ്സിലായോ? എന്നിട്ട് യേശുവിനെ തകർത്ത് കളയാൻ പദ്ധതികളും അണിയറയിലെ സജ്ജീകരണങ്ങളും എല്ലാം ചെയ്തെങ്കിലും മുൻ നിയമിച്ചത് യേശു വളരുമെന്നും, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ തന്നെ ബലപ്പെട്ടു വരണമെന്നുള്ള ദൈവത്തിൻ്റെ മുൻ നിർണയം അത് സംഭവിച്ച മതിയാകുകയുള്ളൂ. തടയാൻ ശ്രമിക്കുന്നവർ തടയട്ടെ. അധികാരങ്ങൾ സ്ട്രോങ് ആകട്ടെ. നിന്റെ ജീവനെ എടുക്കുമെന്ന് പറയട്ടെ. വാഗ്ദത്തമുള്ളവനെ തകർക്കുമെന്ന് പറയുന്ന നൈലിൻ്റെ ശക്തികളെ, പറവോൻ്റെ വ്യാപാരങ്ങളെ നിനക്ക് തൊടാൻ പറ്റില്ല. കാരണം 400 പരം സംവത്സരം അടിമത്തത്തിലായിരിക്കുന്ന തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഞാൻ കണ്ടുവെച്ച ഒരു വ്യക്തിത്വ മോശ മുൻ നിയമിച്ചതാണ്. അവനിലൂടെ സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വീര്യമുള്ള ഭുജത്താൽ. നോക്കൂ, അതാ ഭുജത്തിൻ്റെ ആലോചന, നിർണയം. മോശ കടലിന്മേൽ കൈനീട്ടി എന്ന് പറയുമ്പോൾ മോശയുടെ ഭുജത്തിന്മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ വെളിപ്പെട്ടു വന്നു. മുൻ നിയമിച്ചത് സംഭവിച്ചു. ഇന്ന് പകൽ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവമേ അങ്ങ് നിയമിച്ചത് സംഭവിക്കുന്നു, അങ്ങയുടെ ആലോചന സംഭവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറുണ്ട്? ദൈവം പറഞ്ഞാൽ അത് സംഭവിപ്പിക്കുന്നു, കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിപ്പിക്കുന്നു, അരുളി ചെയ്താൽ അങ്ങനെ സ്ഥാപിതമാക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ധൈര്യത്തോടെ പറ, മുൻ നിയമിച്ചത്. നോക്കൂ, യേശുവിൻ്റെ മരണം നിങ്ങൾ നോക്കൂ. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി സ്റ്റാമ്പ് ചെയ്തില്ലേ, സീൽ ചെയ്തില്ലേ, മുദ്ര വെച്ചില്ലേ, കല്ല് വെച്ചില്ലേ, കാവൽ നിരയാക്കിയില്ലേ. പക്ഷേ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രവചന ഭാഗം, പ്രവചനങ്ങൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു തന്നെ പലതവണ പറഞ്ഞില്ലേ? അത് സംഭവിപ്പിക്കണമെങ്കിൽ, മുൻ നിയമിച്ച ആലോചന നിവർത്തീകരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പിലാത്തോസേ, റോമൻ ഗവൺമെൻറ് എത്ര കല്ലുകറ ഉറപ്പാക്കിയാലും വാഗ്ദത്തം പുറത്തു വരണമെന്നുള്ളത് മുൻ നിയമിച്ച കാര്യമാണ്. അത് സംഭവിക്കും. ആലോചന നിവർത്തീകരിക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകലും വിളിച്ചു. യേശുവിൻ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ശക്തരാകുന്നതിനാൽ ഇന്ന് പകലും നന്ദി പറയുന്നു. ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരത്തിൻ്റെ വല്ലഭത്വം ഞങ്ങൾ ഇന്ന് പകൽ റിസീവ് ചെയ്യുന്നു. മുൻ നിയമിച്ചതിനെ സംഭവിപ്പിക്കുന്ന ദൈവം യേശുവിൻ നാമത്തിൽ അത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വന്നിരിക്കുക. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ചിലത് സംഭവിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.